നമസ്കാരം. കാലത്തിന്റെ കാവ്യനീതിയിൽ വാസു വിലങ്ങണിഞ്ഞപ്പോൾ എത്ര സംതൃപ്തി തരുന്ന ദൃശ്യം. ശബരിമല കേസിന്റെ പുനഃപരിശോധനാ ഹർജി കേൾക്കുന്ന വേളയിൽ കേസ് നടത്താനായി ഇയാളെ സുപ്രീം കോടതിയിലേക്ക് അയച്ചിരുന്നു. ഒരു നീല സഫാരി സൂട്ടും ധരിച്ച് അധികാരധാർഷ്ട്യത്തിന്റെ ശരീരഭാഷയുമായി ഈ മഹാപാവി കോടതിയുടെ ഇടനാഴിയിൽ കറങ്ങി നടക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ അയ്യപ്പസ്വാമിയെ തുരക്കുന്ന മോഷ്ട ചിന്തകളായിരുന്നു എന്ന് വിദൂരമായി പോലും കരുതാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. വാസു സാറിൽ നിന്നും കള്ളൻ വാസുവിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു. കാലം സത്യവുമാണ്. സത്യമേവ ജയതേ. അഡ്വക്കേറ്റ് MR അഭിലാഷ് ഇട്ട പോസ്റ്റായിരുന്നു ഇത്. ഈ പോസ്റ്റ് വൈറലായി. വാസുവിനെ കൊള്ളുകയും ചെയ്തു. ബന്ധപ്പെട്ടവരെ പരാതി അറിയിച്ചു. ഇതോടെ നടപടിയും വരികയാണ്. ഇതിന് കാരണം അഡ്വക്കേറ്റ് അഭിലാഷിന്റെ പോസ്റ്റിന് കിട്ടിയ അംഗീകാരമാണ്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ N വാസുവിനെ കൈവിലങ്ങണിയിച്ച കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടി വന്നേക്കും. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ്ങണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായി നടപടിയാണിതെന്ന് DGPക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. ഇത് രാഷ്ട്രീയ ഫലമാണെന്ന് സൂചനയുണ്ട്. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വെക്കരുതെന്ന് SIT SPS ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ലെന്ന് ആരോപണമുണ്ട്. അത് SITയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് N വാസുവിനെ വിലങ്ങണിയിച്ചത്. ഇതിൽ DGPയും SIT തലവനായ ADGP H വെങ്കിടേഷിനെ അതൃപ്തി അറിയിച്ചു. പ്രതിയുടെ പ്രായം, ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. CPM നേതൃത്വവും എതിർപ്പ് അറിയിച്ചിരുന്നു. ഇനി മുൻ മന്ത്രിമാർ അറസ്റ്റിലായാലും കൈവിലങ്ങ് വെക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് വാസുവിന്റെ വിലങ്ങ് ചർച്ചയാകുന്നത്. വാസു നടത്തിയത് സംഘടിത കുറ്റകൃത്യമാണ്, ജാമ്യമില്ലാ കുറ്റം. അതുകൊണ്ട് വിലങ്ങണിയിച്ചതിൽ തെറ്റില്ലെന്ന വാദവുമുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് കൈവിലങ്ങ് അണിയിക്കൽ എന്നാണ് വിലയിരുത്തൽ. പൂജപ്പുര സ്പെഷ്യൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങണിയിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കോടതി വളപ്പിലെത്തിയപ്പോൾ ഒരു കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 43(3) ആർക്കൊക്കെയാണ് വിലങ്ങണിയിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായത്. സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ, തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ, കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരെയൊക്കെയാണ് വിലങ്ങണിയിക്കാൻ നിയമം അനുശാസിക്കുന്നത്. ഈ അടുത്ത കാലത്ത് CPMനെതിരെ നിലപാടെടുത്ത ഷെർഷാദിനെ കൊണ്ടുപോയതും വിലങ്ങണിയിച്ചായിരുന്നു. ഇത് വിവാദമായി. എന്നാൽ പോലീസുകാർക്കെതിരെ നടപടി വന്നില്ല. വാസുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നടപടികൾ പോകുന്നത്. നിയമവിരുദ്ധ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറിയാതെയാണ് ഇത്തരത്തിൽ വാസുവിനെ വിലങ്ങണിയിച്ച് കോടതിയിൽ എത്തിച്ചതെന്നാണ് വിവരം. എന്നാൽ വാസുവിനെതിരെ ഉയർന്നതും ഗുരുതര സംഘടിത കുറ്റകൃത്യമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഹൈക്കോടതി പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ വാസുവിന് ഇത് വലിയ നാണക്കേടായി. ജുഡീഷ്യൽ ഓഫീസർ പദവിയിൽ അടക്കം പ്രവർത്തിച്ച് തന്നെ പോലീസുകാർ അപമാനിച്ചു എന്നതാണ് വാസുവിന്റെ നിലപാട്.